തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോട് ക്രിയാത്മകമായിട്ടല്ല പ്രതികരിച്ചത്. അതൊരു ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല, ഇതിനകത്ത് സുതാര്യമായിട്ടാണ് നടത്തിയിരിക്കുന്നത്, എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ സമയത്ത് ബോധിപ്പിക്കണമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു ജസ്റ്റിഫിക്കേഷൻ ആകുന്ന പോലെ തോന്നി. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ പല മിസ്റ്റേക്കുകൾ, ഗുരുതരമായ പിഴവുകൾ, അതില് വോട്ടർ പട്ടികയിൽ വന്ന പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങള്, പിന്നെ വോട്ട് ചെയ്തതിലെ ക്രമക്കേടുകളൊക്കെ അവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് അവര് കൊടുത്ത തെളിവുകളുടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനൊന്നും മറുപടി ഇല്ലാത്ത ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താണ്? നേരത്തെ നടന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് 45 ദിവസത്തിനകത്ത് ബോധിപ്പിക്കണമായിരുന്നു, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉണർന്നിരിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ പറയുന്ന അതേ കാര്യം പറയുന്നത് പോലെ തോന്നുന്നു. രണ്ടാമത്, ഇപ്പൊ ബീഹാറിൽ നടക്കുന്ന FIR എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 1 ബോധിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ തിരുത്താമെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് പൊതുജനത്തോട് ഈ കാര്യങ്ങൾ പറയാം. പക്ഷെ കോടതിയെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഈ ബീഹാറിലെ കാര്യത്തിൽ തന്നെ 65 ലക്ഷം മനുഷ്യരുടെ കാര്യത്തിൽ തന്നെ എന്തായിരിക്കും പുറത്തുവിടാൻ പോകുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഇപ്പോഴും ആ പ്രസ് മീറ്റിന് ശേഷവും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, യാതൊരു തരത്തിലും ഇതെങ്ങനെ പരിഹരിക്കാം, ഇല്ലെങ്കിൽ പിഴവുകളിൽ ഉള്ളത് പരിഹരിക്കാം എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതിനെല്ലാം ഇങ്ങനെ ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പല ചോദ്യങ്ങളിൽ നിന്നും സ്കിപ്പ് ചെയ്യുന്നതും നമ്മൾ കാണുകയുണ്ടായി. അപ്പം ആ രീതിയിലാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അവർക്ക് നിയമപരമായിട്ട് ഈ മറുപടികളിൽ നിലനിൽക്കാൻ സാധിക്കുമോ എന്നത്? അതെ, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ അതായത് ബാധ്യത ജനങ്ങളുടേതായിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള ഒരു ഭീതിയുണ്ട്. അപ്പൊ വോട്ട് ചെയ്യാൻ പോകുന്നവര് നമ്മുടെ പേര് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ നോക്കിയും കണ്ടും ഇരിക്കുക. അതിനകത്ത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കുക. കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്തായാലും പിന്നീട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നെ പേര് വിട്ടുപോവുകയോ എന്തെങ്കിലും രീതിയിൽ തെറ്റ് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരാതിപ്പെടണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്.